MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഒരു കരിക്ക് പുഡിംഗ് അല്ലെങ്കിൽ ഇളനീർ പുഡിംഗാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഈ പുഡിങ്ങിനായി ഞാൻ 2 കരിക്കിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഗാർണിഷിനായി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരക്കാൻ വേണ്ടി ഇതിലേക്ക് കരിക്കിൻ വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അധികം ലൂസായി പോകാതെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. ആവശ്യത്തിന് കരിക്കിൻ്റെ വെള്ളമൊഴിച്ച് അരച്ചാൽ മതി. ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്തത്. അതുകൊണ്ട് ഈ തിക്നെസ്സിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. പാൽ നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് തന്നെ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാനായി വെക്കാം. ഈ പാനിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. പാലും നന്നായി ഇളക്കി കൊടുക്കണം. പാലിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചൈന ഗ്രാസും ഇളക്കി കൊടുക്കണം. മാറി മാറി രണ്ടും ഇളക്കി കൊടുത്താൽ മതി. ഇനി ഈ പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർത്തിട്ട് പഞ്ചസാര കുറച്ച് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് നല്ല മധുരം ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മുടെ പുഡിംഗ് തണുത്ത് സെറ്റായി വരുമ്പോൾ പാകത്തിന് മധുരം ഉണ്ടാകൂ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസും മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് നമുക്ക് ഈ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചൊഴിച്ചു കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് സെറ്റായി വരണം. ഞാൻ നേരത്തെ മാറ്റിവെച്ച കരിക്കിൻ്റെ പൾപ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സെറ്റായതിന് ശേഷം വേണം ഇടാൻ, അല്ലെങ്കിൽ ഇത് മുകളിൽ നിൽക്കാതെ പാത്രത്തിൻ്റെ താഴേക്ക് പോകും.
നന്നായി ആറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനൊരു 6 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇത് നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിയായ ഇളനീർ പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കരിക്ക്. കരിക്ക് കൊണ്ടുള്ള ഈ സിമ്പിൾ പുഡിംഗ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.